ഇപ്പോൾ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് എത്രത്തോളം കടുത്തതായിരുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ എത്രത്തോളം കടുത്തതായി വിലയിരുത്തപ്പെട്ടിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയ വിജയം പാലക്കാട്ട് കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞപ്പോൾ BJPയുടെ വോട്ടുകൾ അട്ടപട്ടലം അവിടെ നിന്ന് നഷ്ടപ്പെടുന്ന കാഴ്ചയുമുണ്ട്. BJP വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു എന്ന് കോൺഗ്രസിനും അറിയാവുന്ന കാര്യമാണ്. അതിനൊക്കെ കാരണമായി BJPക്കുള്ളിലുള്ളവർ ചൂണ്ടിക്കാണിച്ചതും BJPയുടെ പ്രവർത്തകരും അണികളുമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞതും പാർട്ടിക്കുള്ളിലുണ്ടായ പടലപ്പിണക്കങ്ങളെ കുറിച്ചാണ്. ഇതിപ്പോ കോൺഗ്രസ് ആ സാഹചര്യത്തെ മുതലെടുക്കാൻ അല്ലെങ്കിൽ അത് അനുകൂലമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു, സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിലടക്കം ചർച്ചകൾ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ പ്രശ്നം പരിഹരിച്ച് തദ്ദേശ ഭരണം അടക്കം കൊണ്ടുപോകാൻ BJPക്ക് കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? നോക്കൂ മാധു, ഇവിടെ പാലക്കാട്ടാണ് പ്രശ്നം ഉണ്ടായതില്ലേ. നമ്മുടെ 14 ജില്ലകളിലെ പാലക്കാട്ട് ആണ് മുഖ്യ പ്രശ്നം BJPയിൽ. കാരണം എന്താണ്? അവിടെ നഗര പ്രദേശത്ത് ഞങ്ങൾക്ക് ആധിപത്യമുണ്ടെന്ന് BJP പറയുന്നു. ഒരു പരിധി വരെ ശരിയുമായിരുന്നു. നഗരസഭ അവരാണ് ഭരിക്കുന്നത്. നഗരസഭാ ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരമൊക്കെ നമ്മൾ പലവട്ടം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട്ട് നഗരസഭയിലെ ഒരു വിഭാഗം കൗൺസിലർമാർ BJPയോട് താല്പര്യമില്ലായ്മ കാണിക്കുന്നത്? അവരെന്തായാലും കളകളല്ലല്ലോ. എൻ്റെ സുഹൃത്ത് ഷാബു പ്രസാദ് പറഞ്ഞ പോലെ അവർ കളകളല്ലല്ലോ. അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്ത കൗൺസിലർമാരല്ലേ. അപ്പോൾ ആ കൗൺസിലർമാരാണ് ഇപ്പോൾ പാലക്കാട്ട് യോഗം ചേർന്നുവെന്നും അവിടെ BJPയോട് അവർക്ക് താല്പര്യമില്ലെന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അവരെന്തായാലും കളകളല്ല. കാരണം അവരിപ്പോൾ BJPയിലുള്ളവരാണ്. കള എന്ന് ശ്രീ ഷാബു പ്രസാദ് ആരെയാണോ വിശേഷിപ്പിച്ചത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു വിശേഷണം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഒരു പാർട്ടിയിൽ നിന്നും ഒരു പ്രമുഖനായ ഒരു വ്യക്തി പുറത്തേക്ക് പോകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് എല്ലാ പാർട്ടികളിലെയും നേതാക്കളെയും വക്താക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയുക. ഞാനും ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പോയാൽ കോൺഗ്രസ് പക്ഷമുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനും അങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷേ പാലക്കാട് നഗരസഭയിലെത്തി ഇപ്പോഴത്തെ കൗൺസിലർമാരെന്തായാലും BJPക്കാരാണല്ലോ. അവർ കളകളല്ലല്ലോ. അവിടെയല്ലേ പ്രശ്നമായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കളകൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ കളകളെ പെട്ടെന്ന് തന്നെ പുറത്താക്കണം, നുള്ളിക്കളയണം. അതെന്താ അവർ ചെയ്യാത്തത്? ഇപ്പോൾ 3-4 ഇപ്പോൾ ഇന്നൊരു ദിവസം കഴിഞ്ഞു, ചർച്ചകൾ നടക്കുന്നു, എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും? അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ പാലക്കാട്ട് BJP പൊക്കിക്കൊണ്ടുവന്ന അവരുടെ കോട്ടയെന്നൊക്കെ പറഞ്ഞ വിശേഷണം വെറുതെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ BJPയുടെ നല്ല കാലം മൊത്തത്തിൽ ദേശീയ തലത്തിൽ ഇടിഞ്ഞിരിക്കുകയാണല്ലോ. പോയിന്ന് ഞാൻ പറയില്ല, ഇടിഞ്ഞിരിക്കുകയാണ്. 14 തൊട്ട് 19 വരെ, 19 തൊട്ട് 24 വരെ. അതിന് ശേഷമുള്ള ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റായിട്ടാണ് ഭരിക്കുന്നത്. ഒറ്റയ്ക്കും നരേന്ദ്രമോദിയുടെ ഭരണമല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ദോഷം എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജില്ലാ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും BJPയിൽ അസ്വാരസ്യം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് അവരുടെ നേതൃതലത്തിലുള്ള ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആക്ഷേപം കൊണ്ടായിരിക്കാം. അതിൽ മാത്രമല്ല, സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് പാലക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്? നോക്കൂ മാധു, എന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളത്തിലെ BJPയുടെ ഒരു ഗ്ലാമർ യൂത്ത് ഫേസ് ആയിരുന്നല്ലോ സന്ദീപ് വാര്യർ. അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഈ ഗ്ലാമർ യൂത്ത് എന്ന് രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ ഭംഗി എന്നല്ല അതിൻ്റെ അർത്ഥം. സംഘടനാ കോൺഗ്രസും പിളർന്ന കാലത്ത് സംഘടനാ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ബീഹാറിലെ താരകേശ്വരി സിൻഹ ഗ്ലാമർ ഗേൾ ഇൻ ഇന്ത്യൻ പോളിറ്റിക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഗ്ലാമർ ഗേൾ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതൊരു വിശേഷണമാണ് രാഷ്ട്രീയത്തിൽ. അങ്ങനെ കേരളത്തിലെ സന്ദീപ് വാര്യർ BJPയുടെ ഒരു ഗ്ലാമർ യൂത്തായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് എന്തുകൊണ്ട് അദ്ദേഹം പോയി എന്നെങ്കിലും അല്ലേ ഇവർ അന്വേഷിക്കേണ്ടത്. അത് പാലക്കാട്ടെ നേതാവാണ് പോയത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ അവരുടെ സംസ്ഥാന സമിതി അംഗമാണ്, അവരുടെ യുവമോർച്ച നേതാവാണ്, ചാനൽ ചർച്ചകൾ അവരുടെ ഔദ്യോഗിക വക്താവുമാണ് പോയത്. അപ്പോൾ അവരെ അന്വേഷിക്കണമായിരുന്നു. എന്തുകൊണ്ട് പാലക്കാട്ടുള്ള ഈ നേതാവ് പോയി? അതവർ അന്വേഷിച്ചില്ല. പകരം BJPയുടെ നേതാവല്ല പറയുന്നത് സഹയാത്രികൻ. ഇപ്പോഴും പ്രശാന്തിന്റെ അടക്കമുള്ള പേരുകൾ വരുമ്പോൾ അതിൽ കൃത്യമായി ഇപ്പോഴും ഒരു കൃഷ്ണകുമാറിനുണ്ട് എന്നത് വ്യക്തമാവുകയുമാണ്.